ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വേട്ടയാടുന്ന ആളുകൾക്ക് അത് നീങ്ങാൻ ഏറ്റവും നല്ല മരുന്നാണ് എന്ത്? സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫ് ലിഅന്നഹാ തഹ്മിലു കസീറൻ മിൻ അസ്റാരിൽ ഫറജ് ബഅദ അശ്ശിദ്ദ. വലിയ വലിയ മനസ്സിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അലിയിച്ചു കളയാനുള്ള ഫറജിന്റെ രക്ഷയുടെ ചില രഹസ്യങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ ടെൻഷൻ അലിഞ്ഞു പോകാൻ ആവശ്യമായ നല്ല ചൂടിൽ ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ ഒരു ഐസും കട്ടെടുത്തിട്ട് നമ്മളിപ്പോ ഈ റോട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് വേഗം ചെയ്യും, അലിഞ്ഞു പോകും. എന്നതുപോലെ ആ ടെൻഷന്റെ ആ അസ്വസ്ഥതകളുടെ ആ ഭാരം അലിയിച്ചു കളയാനുള്ള ചില രഹസ്യങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു തആല ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ മഹത്തായ സൂറത്ത് ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്തത് ഫിആമിൽ ഹുസ്ൻ, ദുഃഖവർഷത്തിലാണ്. റസൂലുള്ളാഹിന്റെ 63 കൊല്ലത്തിനിടയിൽ ഒരു കൊല്ലം ദുഃഖവർഷമായിരുന്നു. ആ കൊല്ലത്തിന്റെ പേരെന്നെ ദുഃഖവർഷം എന്നാ. എന്താണതിന്റെ കാരണം? എന്താണതിന്റെ കാരണം? യൗമ ഫഖദി അമ്മിഹി അബാ ത്വാലിബ് വസൗജതിഹി ഖദീജ. മുത്തുനബിക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി നിന്നിരുന്ന തന്റെ പിതൃവ്യൻ അബൂ ത്വാലിബും ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വഫാത്തായ കൊല്ലം ഭയങ്കര നഷ്ടത്തിന്റെ കൊല്ലായിരുന്നു. ചില ആളുകളുടെ മരണം പെട്ടെന്നൊന്നും മനസ്സിന്നാട്ട് പോവില്ലല്ലോ. ഇന്ന് പിന്നോട് വന്നിട്ട് പറഞ്ഞല്ലോ, മക്കൾക്കാണ്ട് മറക്കാൻ കഴിയണില്ല ഉസ്താദേ, മരിച്ചൊരു കാര്യം പറഞ്ഞിട്ട് ഇന്നോട് പറഞ്ഞല്ലോ. നമ്മുടെ മഞ്ചേരിയിലെ ഒരു സഹോദരനെ കുറിച്ച് നമ്മൾ വരുന്നില്ലേ, ലെൻസിന് ക്യാൻസർ ബാധിച്ച് എന്തെങ്കിലും ഒരു വെള്ളാണ്ട് കുടിക്കുമ്പോഴത്തേക്ക് തരിപ്പ് പോവാണ്, ഭയങ്കര കൊരയാണെന്ന് പറഞ്ഞല്ലോ. ആ സഹോദരന്റെ മരുമകൻ, ആ മരുമകൻ മുഹമ്മദ് ഈസ എന്നാണ് പേര്, മരണപ്പെട്ടു പോയി. ആ ഉമ്മ വന്നിട്ട് പറയാണ്, ബാപ്പാക്ക് ഇങ്ങനെ അസുഖമുണ്ട്, വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ചുമക്കാണ്, തരിപ്പ് പോവാണ്, പിന്നെ എൻ്റെ മരിയോ മരിച്ചല്ലോ. മക്കൾക്ക് അതാണ്ട് മറക്കാൻ ഇപ്പോഴും കഴിയണില്ല. മരിച്ചിട്ട് മാസങ്ങളായി, പക്ഷെ ആണ്ട് മറവില്ല. വലിയ വിഷമാണ്, വല്ലാത്ത ഒറ്റപ്പെടലാണ്. അള്ളാഹു ക്ഷമയും റാഹത്തും കൊടുക്കട്ടെ, അള്ളാഹു ക്ഷമയും റാഹത്തും കൊടുക്കട്ടെ. ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നാവില്ല. ചില മരണങ്ങൾ നമ്മളെ വല്ലാതെ ഒറ്റപ്പെടുത്തും. മനസ്സിലെപ്പോഴും ആ ഒരു ആശങ്ക ഇങ്ങനെ നിലനിൽക്കും. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും പെട്ടെന്നുള്ള മരണം വരുത്തരുതേ പടച്ചോനെ, അപകട മരണങ്ങൾ വരുത്തരുതേ റബ്ബേ. ചില മരണത്തിന്റെ കാര്യങ്ങൾ, മക്കൾ മരിച്ചത്, ഭർത്താവ് മരിച്ചത് ഒക്കെ പറയുമ്പോഴത്തേക്ക് കരയുന്ന ആളുകളുണ്ട്, മറക്കാൻ കഴിയില്ല. ചില മരണങ്ങൾ അങ്ങനെയാണ്. എന്നതുപോലെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങായി, തണലായി, ആശ്വാസമായി, വലങ്കയ്യായി നിലനിന്നിരുന്ന ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും അബൂ ത്വാലിബും മരണപ്പെട്ട കൊല്ലം അതാണ് ആമുൽ ഹുസ്ന്, ദുഃഖവർഷം. ആ വർഷത്തിൽ ഫകാനത്ത് ഹാദിഹി സൂറ മിമ്മാ അസാലൽ ഹമ്മ വൽ ഹുസ്ന അൻ ഖൽബിൻ നബിയിൽ കരീം. ആ കൊല്ലത്തിൽ ഈ സൂറത്ത് അല്ലാഹു ഇറക്കി കൊടുത്തപ്പോ ഒരു പരിധി വരെ ആ ടെൻഷനുകൾ തീരാൻ കാരണമായി. കാരണം ബാപ്പിയും നഷ്ടപ്പെട്ട്, ഉമ്മയും നഷ്ടപ്പെട്ട്, സഹോദരന്മാരും നഷ്ടപ്പെട്ട്, എല്ലാവരും നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അങ്ങേ അറ്റത്തെ ദറജയിലേക്ക് അല്ലാഹു തആല എത്തിച്ചു. ഇത് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഒരു കരുത്തായി, ഒരു പ്രതീക്ഷയായി. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് മുഫസ്സിരിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ലിദാലിക, ഇതുകൊണ്ട് തന്നെ യറാ അദദും മിനൽ ഉലമാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന വലിയ ഒരു പണ്ഡിത വിഭാഗം തന്നെ പറയുന്നുണ്ട്, ഇസ്തിഹ്ബാബു ഖിറാഅത്തി ഹാദിഹി സൂറത്തിൽ അലീമ ലിൽ മഹ്മൂമി വൽ ഹസീൻ. ഈ
ദുഃഖങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും വേട്ടയാടുന്ന ആളുകൾക്ക് അത് നീങ്ങാൻ ഏറ്റവും നല്ല മരുന്നാണ് എന്ത്? സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫ് ലിഅന്നഹാ തഹ്മിലു കസീറൻ മിൻ അസ്റാരിൽ ഫറജ് ബഅദ അശ്ശിദ്ദ. വലിയ മനസ്സിൽ പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് അലിയിച്ചു കളയാനുള്ള ഫറജിന്റെ രക്ഷയുടെ ചില രഹസ്യങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ ടെൻഷൻ അലിഞ്ഞു പോകാൻ ആവശ്യമായ നല്ല ചൂടിൽ ഐസ് അലിഞ്ഞു പോകുന്നത് പോലെ ഒരു ഐസും കട്ടെടുത്തിട്ട് നമ്മളിപ്പോ ഈ റോട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ അത് വേഗം ചെയ്യും, അലിഞ്ഞു പോകും എന്നതുപോലെ ആ ടെൻഷന്റെ ആ അസ്വസ്ഥതകളുടെ ആ ഭാരം അലിയിച്ചു കളയാനുള്ള ചില രഹസ്യങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു തആല ഒളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയുന്നത് അന്നഹാ തഹ്മിലു കസീറൻ മിൻ അസ്റാരിൽ ഫറജ് ബഅദ അശ്ശിദ്ദ വൽ യുസ്രി ബഅദൽ ഉസ്രി. ഞെരുക്കം, പ്രയാസം, ദുരിതം, ദുരന്തം, കഷ്ടപ്പാടുകൾ, അതിനുശേഷം എളുപ്പത്തിലേക്കുള്ള ചില രഹസ്യങ്ങളെ സൂറത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഏതായാലും അൽഹംദുലില്ലാഹ് ഈ റമദാന് ശേഷം പല പ്രയാസങ്ങളുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഒരു തൗഫീക്ക് തന്നു. അടുത്ത ചൊവ്വാഴ്ചയാകുമ്പോഴത്തേക്ക് നമ്മളെ മനസ്സിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ അത് നീങ്ങിക്കിട്ടാൻ നിയ്യത്ത് ചെയ്ത് ഒരു തവണ സൂറത്ത് യൂസുഫ് ഒന്ന് ഓതി തീർക്കാൻ നിയ്യത്ത് ചെയ്താലോ? നടക്കൂലേ? നിങ്ങളെല്ലാ ടെൻഷനുകളും കൂടി നിയ്യത്ത് ചെയ്യണ്ട. നമ്മളെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം, ചിലപ്പോൾ അതായിരിക്കും മനസ്സിന് ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ചില രോഗങ്ങൾ, ആ രോഗം കൊണ്ട് വലിയ ഇടങ്ങാറുണ്ട്, അതൊന്ന് മാറി കിട്ടിയ റാഹത്തായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. ചില തെറ്റിദ്ധാരണകൾ, അതൊന്ന് മാറി കിട്ടിയിരുന്നെങ്കിൽ റാഹത്താണെന്ന് നമ്മൾ വിചാരിക്കും. ചില അകൽച്ചകൾ, കുടുംബത്തിൽ, അയൽവാസികളിൽ, അങ്ങനെയൊക്കെയുള്ള ചില അകൽച്ചകൾ, പടച്ചോനെ അത് വലിയൊരു വേദനയല്ലോ, അങ്ങനെ നമ്മളെ വേദനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അതിൽ ഏതാണോ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത് അതാണ് റാഹത്തായി കിട്ടണം. ചൂടിൽ മഞ്ഞുരുകുന്നത് പോലെ ആ പ്രശ്നം പരിഹരിച്ച് ഈ ടെൻഷൻ ഉരുകിത്തീരണം. ആ നിയ്യത്തോടുകൂടെ അടുത്ത ചൊവ്വാഴ്ച ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു തവണ സൂറത്ത് യൂസുഫ് ഓതാൻ നിയ്യത്ത് ചെയ്യല്ലേ? ഒന്നെല്ലാരും അവർക്കൊഴിവാക്കി ഇൻഷാ അല്ലാഹ് പറയ്. ഇൻഷാ അല്ലാഹ് പടച്ചോൻ തൗഫീക്ക് തരട്ടെ. എത്ര ആയത്തുണ്ട് സൂറത്ത് യൂസുഫിൽ? 111. എത്ര ആയത്ത്? 111 ആയത്ത് അല്ലേ? 111 തന്നെയല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് അതൊന്നെല്ലാരും നിയ്യത്ത് ചെയ്ത് വെക്കി. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഹൈറായ നിലയിൽ അത് ഓതി പൂർത്തീകരിച്ച് അതുകൊണ്ട് ദുന്യവിയും മുഖ്റവിയുമായ എല്ലാ വിജയവും കൈവരിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. അതെ, 111 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. അത് ഓലോക്കെടുത്ത് ആ മനസ്സിന്റെ ടെൻഷൻ, അതുമായി ബന്ധപ്പെട്ട ഒരു ടെൻഷനും ഇനി എന്നെ വേട്ടയാടരുത് എന്ന നിയ്യത്തോടുകൂടെ നിങ്ങളൊന്ന് ഓതി തീർക്കി. കഴിയുന്നവർ, തീരെ ഖുർആൻ ഓതാൻ അറിയാത്തവരോട് പറഞ്ഞിട്ട് കാര്യമല്ല. 98% ആളുകളും ഓതാൻ കഴിയുന്നവരാണല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ഏറ്റില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. ഓൺലൈനായും ഈ പരിപാടികൾ കേൾക്കുന്ന ആയിരക്കണക്കിന് മുഅ്മിനീങ്ങളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബികൾക്ക് ഈ സൂറത്ത് ഭയങ്കര ഇഷ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, സുബ്ഹി നിസ്കാരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നാൽ അധികം ഓതുന്ന സൂറത്ത് ഏതായിരിക്കും? അങ്ങനെ സൂറത്ത് യൂസുഫ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഓത്ത് കേട്ട് 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 മനപ്പാടാക്കിയ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ സഹാബിമാരുണ്ട്. ഒരു സൂറത്ത് കേട്ട് കേട്ട് മനപ്പാടാവണമെങ്കിൽ എത്ര വട്ടം പറയണം? നമ്മളിവിടെ തുടക്കത്തിൽ ഫാത്തിഹയുടെ അർത്ഥം പറഞ്ഞിട്ടാ തുടങ്ങാറ്. ചിലരൊക്കെ പറയും അത് അൽഹംദുലില്ലാഹ് വലിയൊരു ആശ്വാസമായി. അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു വരുന്നത് കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം അതിങ്ങനെ ഓതുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലിങ്ങനെ വരും. അത് വലിയൊരു പുണ്യാണ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ടാണ് സഹോദര സഹോദരി ശ്രദ്ധിക്കണം. വദല്ല ഐലൻ അലാ ഫളി സൂറത്ത് യൂസുഫ് അന്ന അദദം മിനസ് സഹാബ, സഹാബികളിൽ നിന്ന് ധാരാളം സഹാബിമാർ
കാനൂ യുഹിബ്ബൂന ഖിറാഅത സൂറത യൂസുഫ് യുഹിബ്ബൂന അവർ ഇഷ്ടപ്പെട്ടിരുന്നു ഖിറാഅത സൂറത്ത് യൂസുഫ് സൂറത്ത് യൂസുഫ് ഓതാൻ അവർക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ഖാസത്തൻ ഫി സ്വലാത്തിൽ ഫജ്രി പ്രത്യേകിച്ച് സുബ്ഹ് നിസ്കാരത്തിൽ വഅലാ മുഖദ്ദിമതിഹിം ഉമറു വഉസ്മാനു റളിയല്ലാഹു അൻഹുമാ ആ കൂട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ആരൊക്കെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ ചൊല്ലിക്കോളൂ റളിയല്ലാഹു അൻഹും അല്ലാഹുവേ ഈ മജ്ലിസ് എല്ലാ നിലക്കും ഞങ്ങൾ നിന്റെ പൊരുത്തം നേടാൻ ഉപയോഗപ്പെടുത്തുന്ന മജ്ലിസാണ് മഹാന്മാരുമായുള്ള ആത്മീയ ബന്ധം രൂഢമൂലമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ ഭാഗ്യം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ ആർക്കും ഉറക്കം വരുന്നില്ലല്ലോ നല്ല ഉഷാറായിട്ടിരിക്കും അപ്പൊ എന്തേ പറഞ്ഞത് സുബഹി നിസ്കാരത്തിൽ അധികവും സഹാബികൾ ഈ സൂറത്തോതും അവരിൽ മുൻപന്തിയിലായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനായ ഫസത്ത് റളിയല്ലാഹു അൻഹു പറയുകയാ മാ അഖൽതു സൂറത യൂസുഫ ഇല്ലാ മിൻ ഖിറാഅത്തി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇയാഹാ ഫി സുബ്ഹി നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ സുബ്ഹ് നിസ്കാരത്തിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ സൂറത്ത് യൂസുഫ് ഓതുന്നത് കേട്ട് ആ സൂറത്ത് മനപ്പാടാക്കിയ ആളാണ് ഞാൻ സഹാബികൾ പറയുകയാണ് എല്ലാ സുബ്ഹ് നിസ്കാരത്തിലും ആ സൂറത്ത് ഈ സഹാബിമാരെ ആവർത്തിച്ച് ഓതുമായിരുന്നു അങ്ങനെ കേട്ട് ഞാൻ മനപ്പാടമാക്കി എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട മുഅ്മിനേ വഖാല അൽഖമത്ത് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു അൽഖമത്ത് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട് കാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖറഉ ഫിൽ അതമത്തി സൂറത യൂസുഫ് ഇശാ നിസ്കാരത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു അധികവും സൂറത്ത് യൂസുഫ് ഓതും വ അന ഫി ആഖിരി സുഫൂഫി ഞാൻ അവസാനത്തെ സുഫൂഫിലായിരിക്കും ഹത്താ ഇദാ ജാഅ ദിക്റു യൂസുഫ സമിഅതു നശീജ അങ്ങനെ ആ യൂസുഫ് നബിയുടെ ആ ചരിത്രങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ചില വിഷയങ്ങൾ ഓതുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ തേങ്ങി കരയും അപ്പോൾ ഞാൻ പറയുന്നത് സഹാബിമാരൊക്കെ ആ നിലയിൽ ഈ സൂറത്തിനെ സ്നേഹിച്ചിട്ടുണ്ട് എല്ലാ സൂറത്തും ഒരുപോലെയാണോ ആണോ എല്ലാ അല്ലാഹുവിന്റെ വചനാണ് ഖുർആനിൽ 6000-ൽ ചില്ലാനം ആയത്തുകളുണ്ട് എന്ന് കരുതി എല്ലാം ഒരുപോലെയാണോ അല്ലല്ലോ ചിലതിന് ചിലതിനേക്കാൾ മഹത്വമുണ്ട് ചിലതിനേക്കാൾ പരിഗണനയുണ്ട് ആ നിലയിൽ ഏറെ പരിഗണിക്കപ്പെടേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ് അല്ലാഹുവേ അത് പഠിക്കാനും അതിന്റെ മെസ്സേജുകളൊക്കെ നല്ല നിലയിൽ ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഭാഗ്യം നൽകണേ അല്ലാ